നമസ്കാരം. പ്രധാന വാർത്തകൾ. NH-66 പാളത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൽ വലിയ വിള്ളൽ, 50 മീറ്ററിലധികം നീളം. കനത്ത മഴയിൽ ചാവക്കാട് തിരുവത്ര അത്താണി ദേശീയപാത 66 പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടു. ടാറിംഗ് പൂർത്തിയാക്കിയ ഭാഗത്താണ് ഏകദേശം 50 മീറ്ററിലധികം നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത്. രാവിലെ ഇതുവഴി നടക്കാനിറങ്ങിയ യുവാക്കളാണ് ആദ്യമായി വിള്ളൽ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വിള്ളൽ രൂപപ്പെട്ട ഭാഗത്ത് താൽക്കാലികമായി സിമന്റ് ഉപയോഗിച്ച് അടച്ചിട്ടുണ്ടെങ്കിലും ശക്തമായ മഴയിൽ വിള്ളൽ വീണ്ടും പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. യാത്രാ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നതാണ് വിള്ളൽ. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം, വീണ്ടും നടപടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്തു. അസിസ്റ്റന്റ് സൂപ്രണ്ട് റിജോ ജോണിനെതിരെയാണ് നടപടി. ജയിൽ മേധാവി ADGP ബൽറാം കുമാർ ഉപാധ്യായാണ് സസ്പെൻഡ് ചെയ്തത്. അന്വേഷണ വിധേയമായി 3 ഉദ്യോഗസ്ഥരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. DPO രജീഷ്, APOമാരായ അഖിൽ, സഞ്ജയ് എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി DIG V ജയകുമാർ ഉത്തരവിട്ടു. ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായെന്ന് ജയിൽ മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രി ബിന്ദുവിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ നിര്യാതനായി. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ R ബിന്ദുവിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ PV സന്ദേശ് നിര്യാതനായി. 46 വയസ്സായിരുന്നു. പുലർച്ചെ 2 മണിയോടെയായിരുന്നു മരണം. ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ നെടുപുഴയിലെ വനിതാ പോളിടെക്നിക്കിനടുത്താണ് വീട്. പൊന്നേമ്പാറ വീട്ടിൽ പരേതനായ വേണുഗോപാലിന്റെയും സോമവതിയുടെയും മകനാണ്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ട. മുഖ്യപ്രതി ഒഡീഷയിൽ പിടിയിൽ. ഒഡീഷ സ്വദേശി അജയ് പ്രധാനെയാണ് കളമശ്ശേരി പോലീസ് പിടികൂടിയത്. ഒഡീഷയിലെ ദരിംഗ്ബാദിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇയാളാണ് ഹോസ്റ്റലിലേക്ക് എത്തിക്കാൻ ഇതര സംസ്ഥാനക്കാരുടെ സംഘത്തിന് കഞ്ചാവ് കൈമാറിയത്. സംഭവത്തിൽ നേരത്തെ 4 വിദ്യാർത്ഥികളെയും 3 ഇതര സംസ്ഥാനക്കാരെയും അറസ്റ്റ് ചെയ്തിരുന്നു. മാർച്ചിലാണ് പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിൽ നിന്ന് 2 കിലോ കഞ്ചാവും മദ്യവും പോലീസ് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത്. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി ലഹരി പാർട്ടി നടത്തുന്നുണ്ടെന്നും ഇതിനായി വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് പണവും പിരിച്ചിരുന്നുവെന്നും പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. തുടർന്നാണ് കളമശ്ശേരി പോലീസ് ഹോസ്റ്റലിൽ പരിശോധന നടത്തിയത്. കേസിൽ അറസ്റ്റിലായ 4 വിദ്യാർത്ഥികളെയും കോളേജ് പുറത്താക്കിയിരുന്നു. നടൻ നിവിൻ പോളിക്ക് നോട്ടീസ്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കണം. വഞ്ചന കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട നടൻ നിവിൻ പോളിക്ക് നോട്ടീസ്. തലയോലപ്പറമ്പ് പോലീസാണ് നോട്ടീസ് അയച്ചത്. സംവിധായകൻ എബ്രഡ് ഷൈനും പോലീസ് നോട്ടീസ് നൽകി. രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കാൻ നിർദ്ദേശമുണ്ട്. നിർമ്മാതാവ് ഷംനാസ് നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. ആക്ഷൻ ഹീറോ ബിജു 2 സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പണം തട്ടിയെന്നാണ് പരാതി.